ദൈവത്തിന്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവരും ക്ഷേമവും സന്തോഷവുമായിരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. 2026 6ാം മാസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവാത്മാവിൽ അതിമകത്തായ ദൈവപ്രവർത്തിയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലത്തെ ചിന്ത, അവൻ ഒരു നന്മയും മുടക്കാത്ത സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന. ജീവിത മേഖലയിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ നന്മയെ ശത്രു മുടക്കി, എൻ്റെ നന്മയെ ആമയിൽ ലഭിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി. ആമ കയ്യിൽ വന്ന നന്മയായിരുന്നു, എന്നാൽ അത് ലഭിക്കാൻ കഴിയാതെ പോയി ആമ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവവചനത്തിൽ കൂടി പറയുന്നു, നിനക്ക് അർഹതപ്പെട്ട നന്മകളെ, നിനക്ക് യോഗ്യമായ നന്മകളെ ശത്രു പരാജയപ്പെടുത്തി കളയാൻ അനുവദിക്കുന്ന ദൈവമല്ല, അത് നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന ദൈവമാണ് എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും അർഹതയില്ലാത്ത നന്മകളൊന്നും നമ്മുടെ കയ്യിൽ വരുവാൻ അനുവദിക്കുന്ന ദൈവം അല്ല. പലപ്പോഴും അർഹതയില്ലാത്ത നന്മകൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കടന്നു വരാം, പക്ഷേ അത് നമ്മുടെ കരങ്ങളിൽ പ്രാപിക്കാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. എന്നാൽ നമുക്ക് യോഗ്യമായ നന്മകൾ, നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട നന്മകൾ ശത്രു മുടക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവാത്മാവ് നിശ്ചയമായും അത് നൽകി തരുവാൻ തക്കവണ്ണമിടയായി തീരും. അതിന് ആധാരമായിട്ട് ഒരു തിരുവചന ചിന്ത വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരായി നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നേരായി നടക്കുന്നവർക്ക് അർഹതപ്പെട്ട നന്മയെ മുടക്കുന്ന ദൈവമല്ല. അർഹതപ്പെട്ട നന്മയെ ദൈവാത്മാവ് നമ്മുടെ കരങ്ങളിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. ദൈവാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ച് പറയുന്നു, അവൻ സൂര്യനും പരിചയവുമാണ്. പലപ്പോഴും ഇരുളിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വെളിച്ചമായി, സൂര്യപ്രകാശം പോലെ വെളിച്ചമായി സർവശക്തനായ ദൈവം നമ്മോട് കൂടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ പരിചയമാകുന്നു. ശത്രു തീയമ്പുകൾ എയ്തു വിടുമ്പോൾ, ദുഷ്ടൻ നമ്മുടെ നന്മയെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ തടയുവാൻ തീയമ്പുകളെ എയ്തു വിടുമ്പോൾ, സർവശക്തനായ ദൈവം ഒരു പരിച പോലെ നമുക്ക് തുണ നിന്ന, നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ നന്മകളെ നമ്മുടെ കരങ്ങളിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ചില ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അധ്യായം ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഭാഗ്യം എത്ര മഹത്തമാണെന്നാണ് അവിടെ പറയുന്നത്. അധ്യായത്തിൽ പറയുന്ന വാക്യങ്ങൾ തന്നെ കർത്താവിനെ അനുസരിച്ച് നിൽക്കുന്നവർക്ക് അവൻ ലഭിക്കുന്ന മഹത്വരമായ നന്മയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാരുടെ നന്മയെ മുടക്കാൻ ഒരു ശത്രുവിനെ സർവശക്തനായ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അവരുടെ നന്മയെ ഒരു ദുഷ്ടനും കൊണ്ടുപോകുവാനോ കവർന്നെടുക്കുവാനോ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അവൻ സൂര്യനായും പരിചയായും ആമേൻ നമ്മുടെ നന്മയെ നഷ്ടപ്പെടുത്തി കളയുവാൻ അനുവദിക്കാതെ നമുക്ക് തുണ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നല്ലവ നൽകുന്നു. പിതാവായ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് പരാജയപ്പെടുത്തുവാൻ അനുവദിക്കാതെ നല്ല അനുഗ്രഹങ്ങളെ നൽകി തരുന്ന സർവശക്തനായ ദൈവം. നാം പലപ്പോഴും മനുഷ്യനിൽ ആശ്രയിച്ച് മനുഷ്യനെ ആശ്രയം വെച്ച് മുന്നോട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, യഹോവയിൽ ആശ്രയം വെക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരാതെ ദൈവാത്മാവ് അവിടെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മറ്റൊരു ചിന്തയിൽ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തന പുസ്തകം 34-10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും അല്ലെങ്കിൽ ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരാതെ ദൈവം അവിടുന്ന് പരിപാലിച്ച് വഴി നടത്തുവാൻ തക്കവണ്ണമിടയായിത്തീരും. സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രത്യാശയിൽ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിനക്ക് അർഹതപ്പെട്ട ഒരു നന്മയും ശത്രു അപഹരിക്കുവാനോ പച്ചപ്പുഴു വിട്ടിലും തുള്ളനും തിന്ന് ശേഷിപ്പിക്കുവാനോ അനുവദിക്കാതെ
അർഹതപ്പെട്ടതിനെ നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന സർവശക്തനായ ദൈവം. ഒന്നുകൂടി മനസ്സിലാക്കണം, നിനക്ക് അർഹതയല്ലാത്തതൊന്നും നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന ദൈവമല്ല, നിനക്ക് അർഹതപ്പെട്ടത് മാത്രം നൽകി തരുന്ന ദൈവമാണ്. ആമേൻ. എന്നാൽ അത് നൽകിത്തരണമെങ്കിൽ യഹോവയെ അന്വേഷിക്കുവാൻ ഇടയായിത്തീരണം. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തുകയില്ല എന്നാണ് തിരുവചനം വിളിച്ച് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് മനുഷ്യനിലാണ് നമ്മുടെ ആശ്രയം വയ്ക്കുന്നത്. പലപ്പോഴും പ്രഭുക്കന്മാരിൽ നമ്മൾ ആശ്രയം വയ്ക്കാറുണ്ട്, പലപ്പോഴും ധനാഠ്യന്മാരിൽ നാം ആശ്രയം വയ്ക്കാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, പ്രഭുക്കന്മാരിലോ ധനാഠ്യന്മാരിലോ ഈ ലോകത്തിലെ മനുഷ്യരിലോ അല്ല നീ ആശ്രയം വയ്ക്കേണ്ടത്. സർവശക്തനായ ദൈവത്തോട് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നീ ആശ്രയം വയ്ക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നന്മയ്ക്കൊടും ഒരു മുടക്കവും വരുത്താതെ നിന്റെ അർഹതപ്പെട്ട നന്മയെ നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.